ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 30ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് അനുമോളെ പൊളിച്ചെടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് കാണാനിടയായത്. ലൈവിലും എപ്പിസോഡിലും അനുമോൾ എപ്പോഴൊക്കെ കിച്ചൺ ടീമിൽ കയറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രശ്നങ്ങളാണ്. അനുമോൾ തന്നെ പറയുന്നുണ്ട് ഇന്ന് 2 ദോശയാണ് എല്ലാവർക്കും കൊടുത്തത്, അതും കുഞ്ഞു ദോശ. ഇന്ന് പ്രശ്നമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ അത് ചെയ്തത്. ഈ പ്രശ്നമുണ്ടാവട്ടെ എന്ന് പറയുന്ന ആൾ ബിഗ് ബോസ് എൻ്റെ വീട് പോലെ തന്നെയാണ്, ഞാൻ ബാത്റൂം അടിച്ചു വാരി തുളച്ചിടും, പിന്നെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നത് പോലെയാണ്, അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പഠിപ്പിച്ചേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മൊത്തം കൊടുക്കും എന്ന് പറയുന്ന അനുമോൾ ഇന്ന് പ്രശ്നമുണ്ടാവട്ടെ എന്ന് പറയാനുള്ള കാരണം എന്താ? പിന്നെ അത് പ്രശ്നമായി എന്നറിഞ്ഞപ്പം 2 കുഞ്ഞു ദോശയാണ് എല്ലാവർക്കും കിട്ടി, പ്രശ്നമായി എന്നറിഞ്ഞപ്പം അനുമോൾ പറയാണ് ഞാൻ ഇതിനു മുന്നേ 4ഉം 5ഉം ചുട്ടു കൊടുത്തിട്ടുണ്ട്, അവരെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചതാണ് എൻ്റെ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൂക്കണ്ണീര് സിറ്റുവേഷൻ ഇത് അനുമോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആദില നൂർ കയ്യോടെ പൊക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം അവരിൽ നിന്നും മറന്നു നോക്കുകയാണ്. ആദ്യം ശൈത്യ, ഇപ്പം ആദില നൂർ. അവരിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വൈറ്റ് കാർഡിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആദില ഇന്ന് എടുത്തു പറയുന്നുണ്ട് ആദിലൊക്കെ എങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന കണ്ടസ്റ്റൻ്റാ ഇപ്പം ഈ അനുമോളുടെ ബാക്കിലായിപ്പോയി. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുമോൾ ചെയ്ത കാര്യങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ട് ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവളെ സമാധാനിപ്പിക്കലാണ് ഇവരുടെ ഡ്യൂട്ടി. ഇവരുടെ ക്യാരക്ടർ മങ്ങിപ്പോവുകയും ചെയ്യും. ഇത് ഇവരെന്ന് മനസ്സിലാക്കി എന്ന് വേണം പറയാൻ. എന്നിട്ട് പറയുന്നുണ്ടൊരു കാര്യം, ഈ അനുമോൾക്ക് അവളുടെ പാവ ഒരു കണ്ടൻറ്റാണ്, കിച്ചൺ ഒരു കണ്ടൻറ്റാണ്, എന്ത് ചെയ്താലും അത് കണ്ടൻറ്റാണ്, ഇവിടുത്തെ വായു മാത്രമാണ് കണ്ടൻറ്റ് ഇല്ലാത്തത്. ഇത് തന്നെയാണ് ഞാൻ തുറന്നു കാണിക്കാൻ ശ്രമിച്ചത്. ഇതാണ് തേർഡ് റേറ്റ് ഗെയിം എന്ന് പറയുന്നത്. ഇത് ശരിയല്ല. പിന്നെ ജിസയിൽ നല്ല വെടിപ്പായിട്ട് പറയുന്നുണ്ട് അനുമോളുടെ കാര്യം മാത്രം, ബാക്കി ആർക്കൊക്കെ വരുന്ന കോൺസിക്വൻസോ അതൊന്നും അനുമോളുടെ പ്രശ്നമല്ല. ഇത് പറഞ്ഞപ്പോഴേക്കും പൂക്കണ്ണീര് ഒഴുക്കുന്നു. അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ബാക്കി എല്ലാവരും വിചാരിക്കും നിൻ്റെ ഭാഗത്താ ശരി, എന്നിട്ട് പിന്നെ സിമ്പതി നിനക്ക് കിട്ടുമെന്ന്. ഇത് തന്നെയല്ല അനുമോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയല്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നത്. സോ ഇതാണ് അനുമോൾ. എന്നിട്ടും നിങ്ങൾക്ക് പിന്നെ പാവമാണ്, പാവാടയും ബ്ലൗസും ഇട്ട് വരുന്ന കൊച്ചാണ്, കേരള തനിമയാണ് എന്നും പറഞ്ഞുകൊണ്ട് പൊക്കി പിടിക്കാനാണ് ആഗ്രഹമെങ്കിൽ പൊക്കി പിടിച്ചോളൂ. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. പണിപ്പുര ടാസ്ക് ആയിരുന്നു. പണിപ്പുര ടാസ്കിൻ്റെ അകത്ത് 10 സെക്കൻഡാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് പണി കിട്ടാനിരുന്നവർ നമ്മുടെ ജിസയിലും അനുമോൾക്കുമായിരുന്നു. ഇവർ 10 സെക്കൻഡിനുള്ളിൽ ഇറങ്ങിയില്ല. ജിസിൻ ഇറങ്ങി എന്ന് പറയുന്നു, പക്ഷേ ഞാൻ കണ്ടപ്പോഴും ജിസിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് ക്യാപ്റ്റൻ വിളിച്ച് പറയുന്നു. ജിസിൻ പറഞ്ഞു ഞാൻ ഇറങ്ങിയത് ഞാൻ കഷ്ടപ്പെട്ട് പോയി എടുത്തതാണ് എന്നൊക്കെ. എന്നിട്ട് അനുമോൾ പറയുകയാണ് ജിസിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. ഈ പണി കിട്ടാൻ പോകുന്നത് ഇവർ 2 പേരുമാണ്. ഈ പണി മേടിക്കാൻ വേണ്ടിയിട്ടാണോ? അതായത് ഈ പുതിയ വന്ന വൈൽഡ് കാർഡിനോട് ചെറിയൊരു അനുകമ്പ അനുമോൾക്ക് തോന്നി തുടങ്ങി. കാര്യം വീട്ടിലുള്ളവരെല്ലാവരും ശത്രുക്കളാണ്, ഇവരും കൂടെ ശത്രുക്കളാണുള്ളൂ. അപ്പോൾ ജിസിൻ അതിൻ്റെ അത് പിടിച്ച് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് കയറാൻ നോക്കുന്നു. അക്ബർ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അക്ബർ അവരുടെ പിന്നെ വസ്ത്രങ്ങളും ഈ എന്തോ സാധനങ്ങളും പച്ച വേറെ എന്തൊക്കെയാണ് അതെടുത്ത് വലിച്ചെറിയാൻ നോക്കുന്നുണ്ട്. അത് ശരിയായിട്ടില്ല. അത് ശരിയായില്ല എന്ന് തന്നെ പറയും. ഞാൻ അക്ബറിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ അത് ശരിയായില്ല. അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് മീറ്റിംഗ് വിളിക്കുന്നു. അവിടെ നിന്ന് പറയുന്നുണ്ട് ക്യാപ്റ്റനോട് എന്താണ് പറഞ്ഞത്, ഈ സാധനങ്ങൾ എങ്ങനെ അകത്ത് വന്നു, ഇത് തിരിച്ചുകൊണ്ട് വെക്കണ്ടേ എന്ന് പറഞ്ഞപ്പം എല്ലാവരും കൂടെ എണീറ്റ് നിന്ന് ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ട്. ജിസിൻ അവിടെ ചമ്മി നാറി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതാണ് പണിപ്പുര ടാസ്കിൽ നടന്നത്. അതിനുശേഷം വീക്കിലി ടാസ്ക് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമാണത്. 3 പേര് ടീമായി തിരിയുക. അതിൻ്റെ അകത്ത് ഒരാളെ ക്യാപ്റ്റനായി സെലക്ട് ചെയ്യുക. ഈ ക്യാപ്റ്റനായി സെലക്ട് ചെയ്തിട്ട് അവർ വിന്നർ ആവുകയാണെങ്കിൽ അവർക്ക് സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ കിട്ടും, സൂപ്പർ ഫാമിലി പവർ കിട്ടും, സൂപ്പർ നോമിനേഷൻ പവർ കിട്ടും. ഓക്കെ, ഈ 3 പവറാണ് കിട്ടുക. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പിന്നെ അതായത് എതിർ ടീമിൻ്റെ ക്യാപ്പ് എടുത്ത് പോയിട്ട് അവരുടെ ഒരു കളറുണ്ട്, ആ കളറിൻ്റെ ഒരു ഹാൻഡിലുണ്ട്, അവിടെ കൊണ്ടുവിടണം. അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തെ കളി അവസാനിച്ചു. ഇന്നത്തെ കളി അവസാനിച്ചപ്പോൾ അക്ബർ ആൻഡ് ടീമാണ് ജയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ അനീഷ്, അപ്പാണി, നമ്മുടെ സാബുമാൻ ഓക്കെ, അവരുടെ ടീമിനെയാണ് പൊട്ടിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൗൾ ഗെയിം നടന്നു. ഷാനവാസിൻ്റെ കൈ കയറിയിട്ട് നമ്മുടെ അനീഷ് കടിച്ച്, അതും തൊപ്പി പിന്നെ ബെഡിലേക്ക് ചേർത്താണ്, തലയിലല്ല വെച്ചിരുന്നത്. വലിച്ചെടുക്കാൻ നേരത്ത് അനീഷ് കടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഷാനവാസിൻ്റെ കൈ മൊത്തം കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ അനീഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു വിന്നിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞപ്പം എതിരെ വന്ന കുറേ പേരുണ്ട്. അവരോട് ഞാൻ ഇപ്പോഴും പറയുന്നു പുള്ളിക്കാരൻ ഒരു വിന്നിങ് മെറ്റീരിയൽ അല്ല, പുള്ളിക്കാരൻ്റെ സ്വഭാവമാണത്. അപ്പം അത് ശരിയായിട്ടില്ല. അതിന് മിക്കവാറും ആക്ഷൻ എടുക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയണം. പിന്നെ കൂടാതെ നെവിൻ കളിച്ച ഗെയിം പൊളി ഗെയിമാണ്. നെവിൻ എപ്പോഴും നല്ല രീതിയിൽ ഗെയിം കളിക്കും, ഒളിച്ചിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ജിസയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ ഓടുക അങ്ങനെയൊക്കെ ഒരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.